Hi all, welcome to BTech MEDC. ഇന്ന് നമ്മൾ നെറ്റ്വർക്ക് തിയറിയുടെ സിലബസിനകത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പുതിയ സ്കീം ആയതുകൊണ്ട് 2019 സ്കീമിന്റെ സിലബസിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മോഡ്യൂൾ 3 എന്ന് ചോദിച്ചിട്ടുള്ള ഒരു എസ്എ ക്വസ്റ്റ്യൻ്റെ ട്രാൻസിയന്റ് അനാലിസിസിൽ എസ്എ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നെറ്റ്വർക്ക് തിയറിയുടെ 2019 സ്കീം, അതുപോലെ സർക്യൂട്ട് തിയറി, ട്രിപ്പിൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സർക്യൂട്ട് തിയറി, അതിൻ്റെ എല്ലാ വീഡിയോസ് നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. എല്ലാം ഒന്ന് വാച്ച് ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ സെഷനിൽ ഒരു 40 മാർക്സിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ്റെ ഫുൾ ഡിസ്കഷൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. In the circuit, the switch is closed at t equal to 0, connecting a source to the RC circuit. At time t equal to 0, it is observed that the capacitor voltage has the value of Vc equal to 0.5 volt. For the element 1, determine Vzt after converting the circuit into transformed domain. 14 മാർക്സ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഇതിനകത്ത് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. The switch is closed at t equal to 0, connecting a source to RC network. ഒരു RC നെറ്റ്വർക്ക് ആണ്. അതിനകത്ത് സോഴ്സ് നമ്മൾ കൊടുക്കുന്നത് e⁻t എന്നുള്ള വാല്യൂ ആണ്. സോഴ്സിൽ e⁻t ആണ്. ഓക്കെ, e⁻t. അപ്പോൾ ഇതിൻ്റെ ഇനിഷ്യൽ വോൾട്ടേജ്, കപ്പാസിറ്റർ ഹാസ് എ വാല്യൂ, ഇനിഷ്യൽ വോൾട്ടേജ് Vc ഓഫ് 0 ഈക്വൽ ടു 0.5 വോൾട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ എസ് ഡൊമെയിൻ സർക്യൂട്ട് വരച്ചിട്ട് ഈ Vz ഓഫ് ടിൻ്റെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ എസ് ഡൊമെയിൻ അനാലിസിസിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമലി കപ്പാസിറ്റർ ഇൻഡക്ടറുകളൊക്കെ ടേംസ് വരുമ്പോഴത്തേക്കാണെങ്കിൽ അതിനകത്ത് ഡെറിവേറ്റീവ് ടേം, ഇൻറ്റഗ്രൽ ടേം ഒക്കെ വരും അല്ലേ. ഇപ്പം ഇൻഡക്ടർ ആണെങ്കിൽ di/dt, L/di/dt, അതുപോലെ കപ്പാസിറ്റർ ആകുമ്പോൾ 1/c ഇൻറ്റഗ്രൽ i/dt. അപ്പോൾ അങ്ങനത്തുള്ള ഇൻറ്റഗ്രൽ ടേം, d/dt, ഡെറിവേറ്റീവ് ടേംസ് ഒക്കെ വരും. അപ്പം അതിനാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ അതിനെ കറസ്പോണ്ടിങ് എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിട്ട് മാറും? ആ ഇൻറ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ ആണെങ്കിൽ ഓൾജിബ്രൈക് ഇക്വേഷൻ എസ് ആയിട്ട് മാറും അല്ലേ. ഇപ്പോൾ ഒരു ഇൻറ്റഗ്രൽ ടേം ഉണ്ടെങ്കിൽ അതിൻ്റെ ബൈ എസ് ആയിട്ടും, ഡെറിവേറ്റീവ് ടേം ആണെങ്കിൽ ഇൻറ്റു എസ് എന്നുള്ള ഫോമിലേക്ക് മാറും. അങ്ങനെ ഒരു ഓൾജിബ്രൈക്ക് ഇന്ന എസ് ആയിട്ട് ആ ഇക്വേഷൻ കൺവേർട്ട് ആവും. നമ്മളത് എസ് ഡൊമെയിനിൽ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് തിരിച്ചെന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫോം ആയതുകൊണ്ട് അതിനെ അഗെയിൻ ടൈം ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ എസ് ഡൊമെയിൻ അനാലിസിസിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇൻഡക്ടർ ഉണ്ടെന്ന് വെച്ചു. അപ്പം ഇൻഡക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എല്ലിനെ നമ്മൾ എന്തായിട്ട് റെപ്രസെൻ്റ് ചെയ്യും? ഇൻഡക്ടറിനെ LS ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. പിന്നെ ഒരു വോൾട്ടേജ് സോഴ്സും കൂടെ വരും. അപ്പോൾ ആ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? L/I ഓഫ് 0- എന്നുള്ള വാല്യൂ ആയിരിക്കും. ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആയിരിക്കും. വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് L/I ഓഫ് 0- എന്നുള്ള വരും. അതുപോലെ ഈ I ഓഫ് 0- എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റഡി സ്റ്റേറ്റിലുള്ള കറണ്ട് വാല്യൂ ആയിരിക്കും. സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് വാല്യൂ ആയിരിക്കും. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സ്റ്റഡി സ്റ്റേറ്റിലെ കണ്ടീഷനിൽ ഇൻഡക്ടർ ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഇത്രയാണ് ഇൻഡക്ടറിൻ്റെ കേസിൽ ഇങ്ങനത്തുള്ള പ്രോബ്ലം വരുമ്പോൾ അറിഞ്ഞിരിക്കുന്നത്. പിന്നെ വരുന്നത് കപ്പാസിറ്റേഴ്സ് വരും. ഓക്കെ, കപ്പാസിറ്റർ വരുമ്പോഴത്തേക്ക് അതിന് നമ്മൾ എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ 1/CS ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് വരും. അതിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ V0-S എന്ന് വരും. ഓക്കെ, ഇപ്പോൾ ഈ V0- എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ വോൾട്ടേജ് ആണ്, ബൈ എസ് എന്ന് വരും കപ്പാസിറ്ററിൻ്റെ കേസിൽ. ഇനിഷ്യൽ കണ്ടീഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തായിട്ട് മാറും? 1/CS ആയിട്ട് മാറും. ഇൻഡക്ടർ ജസ്റ്റ് LS ആയിട്ട് മാറും. അതുപോലെ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എടുക്കുമ്പോഴത്തേക്ക് കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ സർക്യൂട്ടായിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, ഇത്രയും ബേസിക്സ് അറിയാമെങ്കിൽ ഈ ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയും ഡീറ്റെയിൽസ്, അതായത് ഒരു ഇൻഡക്ടർ ഉണ്ടെങ്കിൽ ഇൻഡക്ടർ ഇൻ സീരീസ് വിത്ത് വോൾട്ടേജ് സോഴ്സ്, അതിൻ്റെ വാല്യൂ L/I ഓഫ് 0-. ഈ L വാല്യൂ നമുക്ക് ഓൾറെഡി അതിനകത്ത് കാണും, L വാല്യൂ എന്നുള്ള.
I0 മൈനസ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കണ്ടീഷൻ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എടുത്തിട്ട് അതിൻ്റെ I0 മൈനസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ രണ്ടും കൂടെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, ആ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ കിട്ടും. അതുപോലെ ആ സ്റ്റഡി സ്റ്റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഇൻഡക്ടർ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഇനി അതുപോലെ എന്ത് വരും, കപ്പാസിറ്റർ വരും. അപ്പോൾ കപ്പാസിറ്റർ വരുമ്പോഴത്തേക്ക് അതിനെ എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സി എന്തായിട്ട് മാറും, 1/CS ആയിട്ട്. പിന്നെ ഒരു വോൾട്ടേജ് സോഴ്സ് വാല്യൂ വരും. അതിൻ്റെ വാല്യൂ വരുന്നത് ഇവിടെ പ്ലസ് മൈനസ് അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് V0 മൈനസ് ബൈ എസ് എന്ന് വരും. ഈ V0 മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റിലുള്ള കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് വാല്യൂ ആണ്, ഡിവൈഡ് ബൈ എസ് എന്ന് വരും. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഇതാണ് അതിൻ്റെ എസ് ഡൊമെയിൻ കൺവേർഷന്. അതുപോലെ ഇനിഷ്യൽ കണ്ടീഷൻ നമ്മൾ 0 എടുക്കുകയാണെങ്കിൽ എന്തായിട്ട് മാറും, 1/CS ആയിട്ട് മാറും. അതുപോലെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ടായിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഈ എസ് ഡൊമെയിൻ അനാലിസിസിൻ്റെ ബേസിക്സ് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ അതുപോലെ ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് തരും. സപ്പോസ് ഇപ്പം T=0 കണ്ടീഷനാണ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ഇപ്പം സപ്പോസ് T=0 നമുക്ക് കണ്ടീഷന് സ്വിച്ച് ഓപ്പൺ തന്നിരിക്കുകയെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ നമ്മൾ കറണ്ട് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായിട്ട് എടുക്കണം, ആ സ്റ്റഡി സ്റ്റേറ്റിൽ അതിൻ്റെ കണ്ടീഷൻ ക്ലോസ്ഡ് ആയിട്ട് എടുക്കണം. ഓക്കെ, അത് ഓർക്കണം. ഏതെങ്കിലും കണ്ടീഷൻ തരും. ഇപ്പോൾ നോർമലി T=0 കണ്ടീഷനായിരിക്കും തരുന്നത്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആയിരിക്കും. ഇപ്പോൾ T=0 ക്ലോസ്ഡ് എന്ന് വരുവാണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റിൽ ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ആ രീതിയിൽ എടുത്തോളാം. നമ്മൾ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഇത്രയും ബേസിക്സ് അറിയാമെങ്കിൽ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 14 മാർക്സിന് ചോദിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. ഇത് 2 സ്റ്റെപ്പോട് കൂടി നമുക്കിത് ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു നെറ്റ്വർക്ക് ഒന്നും കൂടെ ഇപ്പുറത്ത് റീഡ്രോ ചെയ്യുകയാണ്. അതിനകത്ത് തന്നിരിക്കുന്ന കണ്ടീഷൻസ് എഴുതണം. ഇവിടെ VC(0) എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്. VC(0) = 0.5 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ ഇതിൻ്റെ കേസിൽ സർക്യൂട്ട് സ്വിച്ച് ഈസ് ക്ലോസ്ഡ് അറ്റ് T=0 കണക്റ്റിംഗ് എ സോഴ്സ് e⁻t ടു ദ RC സർക്യൂട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ e⁻t ഒരു ഇതാണ് ഒരു RC സർക്യൂട്ട്. ദിസ് ഈസ് R ആൻഡ് ദിസ് ഈസ് C. അപ്പം ഒരു e⁻t ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. ആ കണ്ടീഷനിൽ സ്വിച്ച് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഉള്ള VZ(t) ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എസ് ഡൊമെയിൻ ആദ്യമേ ഡ്രോ ചെയ്യണം. ഇതിനകത്ത് സ്റ്റഡി സ്റ്റേറ്റ് എടുക്കേണ്ട കാര്യമില്ല, കാരണം ഇനിഷ്യൽ വാല്യൂ നമുക്ക് കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ പാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഇതിൻ്റെ എസ് ഡൊമെയിൻ ഡ്രോ ചെയ്യണം. എസ് ഡൊമെയിൻ ഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ ആ എസ് ഡൊമെയിന് മുമ്പായിട്ട് ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ വന്നിരിക്കുന്ന ഇൻഡക്ടറില്ല, കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കപ്പാസിറ്ററിനെ നമ്മൾ ഇനിഷ്യൽ കണ്ടീഷനോട് കൂടി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എസ് ഡൊമെയിനിൽ ഇത് കപ്പാസിറ്റർ വാല്യൂ 1 ഫാരഡ് എന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഡൊമെയിനിൽ അതിനെ നമ്മൾ ഇക്വലൻ്റ് എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് കപ്പാസിറ്റർ ഇനിഷ്യൽ കണ്ടീഷനോട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്റർ വിത്ത് സീരീസ് വോൾട്ടേജ് സോഴ്സ് പ്ലസ് മൈനസ്, കപ്പാസിറ്ററിൻ്റെ വാല്യൂ 1/CS ആയിട്ട് മാറും. ഇവിടെ സിയുടെ വാല്യൂ 1 ആയതുകൊണ്ട് 1/S വരും. അതുപോലെ ഒരു വോൾട്ടേജ് സോഴ്സ് വാല്യൂ വരും. വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, V0/S എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് V0 എന്നുള്ള വാല്യൂ എന്തുണ്ട്, 0.5 തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 0.5 / S എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ കപ്പാസിറ്ററിനെ എസ് ഡൊമെയിനിൽ ഈ ഒരു രീതിയിലായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന ഈ കപ്പാസിറ്റർ 1/S ഇൻ സീരീസ് വിത്ത് 0.5/S ആയിട്ടായിരിക്കും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എസ് ഡൊമെയിൻ വരയ്ക്കുകയാണ്, പ്ലസ് മൈനസ്. ദിസ് ഈസ് അവർ എസ് ഡൊമെയിൻ. അപ്പോൾ e⁻t അതിൻ്റെ ലാപ്ലാസ് എന്താ, 1/S+1 ആണ്. ഓക്കെ, e⁻t ലാപ്ലാസ് 1/S+1 ആണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് സ്വിച്ച് എന്താണ്, ക്ലോസ്ഡ് ആണ്. റെസിസ്റ്റർ എന്തായിട്ട് തന്നെ ആക്ട് ചെയ്യും, അതിൻ്റെ വാല്യൂ 1 തന്നെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും, 0.5 തന്നെ ആയിരിക്കും. ഇനി ഈ കപ്പാസിറ്റർ നമ്മൾ എസ് ഡൊമെയിനിൽ ഈ ഒരു രീതിയിൽ റീപ്ലേസ് ചെയ്യും. ദാറ്റ് ഈസ് കപ്പാസിറ്റർ വിത്ത് വാല്യൂ 1/S ആൻഡ് സീരീസ് വോൾട്ടേജ് സോഴ്സ് പ്ലസ് മൈനസ്. ഇപ്പം 0.5/S നമുക്ക് 1/2S എന്ന് എഴുതിക്കൂടെ. ഓക്കെ, 1/2S. അപ്പം ഇങ്ങനെ നമ്മൾ നെറ്റ്വർക്ക് മാറും. അതുപോലെ ഈ VZ(t)ക്ക് പകരം എന്താവും, VZ(S) ആയിരിക്കും.
ഓക്കെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഇപ്പോൾ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഈ വി ഇസഡ് ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് അതിന് ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് വി ഇസഡ് ഓഫ് ടി കിട്ടും. ഇതാണ് നമ്മളെ പ്രൊസീജിയർ. ഇപ്പം നമ്മൾ എന്താ ചെയ്തത്, ഫസ്റ്റ് ഈ കപ്പാസിറ്ററിന്റെ എസ് ഡൊമൈൻ ഇക്വലന്റ് എടുത്തു. അതിനുശേഷം ഇത് ഈ ഒരു സിഗ്നൽ e⁻t അപ്ലൈ ചെയ്യുമ്പോൾ സ്വിച്ച് ക്ലോസ്ഡ് ആണ്. അതിൻ്റെ എസ് ഡൊമൈൻ നെറ്റ്വർക്ക് ഡ്രോ ചെയ്തത്. ഓക്കെ. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ വി ഇസഡ് ഓഫ് എസ് ആണ്. ഇപ്പോൾ വി ഇസഡ് ഓഫ് എസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്കിവിടെ വോൾട്ടേജ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. വോൾട്ടേജ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് എപ്പോഴും നോഡൽ അനാലിസിസ് എടുക്കുന്നതാണ് ഈസി. ഇപ്പം ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് എന്തെന്ന് പറയുന്നത് വി ഇസഡ് ഓഫ് എസ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പം എന്തെടുക്കുക, ഇതിൻ്റെ നോഡൽ അനാലിസിസ് എടുക്കുക. ഈ നോഡിൻ്റെ വോൾട്ടേജ് വി ഓഫ് എസ് എന്ന് കൊടുത്തു. ഇപ്പോൾ നോഡൽ അനാലിസിസ് ഇക്വേഷൻ എത്ര നോഡേ ഉള്ളൂ ഇവിടെ, ഇതിൻ്റെ ഇടയ്ക്ക് കമ്പൗണ്ട്സ് ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം സെയിം നോഡാണ്. ഓക്കെ. അപ്പോൾ ഒറ്റ നോഡേ ഉള്ളൂ. അതിൻ്റെ നോഡ് വി ഓഫ് എസ് ആണ്. അതിൻ്റെ നോഡ് ഇക്വേഷൻ എഴുതുകയാണ്. നോഡ് ഇക്വേഷൻ നമ്മൾ ക്വസ്റ്റിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ വി ഇസഡ് ഓഫ് ടി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന നെറ്റ്വർക്കിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് അതിനെ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്ത് അപ്പോൾ ഈ വി ഇസഡ് ഓഫ് എസ് കിട്ടും. അതിന് ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വി ഇസഡ് ഓഫ് ടി കിട്ടും. ഓക്കെ. അപ്പോൾ നോഡൽ അനാലിസിസ് എടുക്കുകയാണ്, നോഡ് ഇക്വേഷൻ എഴുതുകയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് നോഡ് ഇപ്പോൾ എത്ര ബ്രാഞ്ചസ് ഉണ്ട് ഇതിൻ്റെ കേസിൽ, ഫസ്റ്റ് ബ്രാഞ്ച്, സെക്കൻഡ് ബ്രാഞ്ച്, ഇത് തേർഡ് ബ്രാഞ്ച്, 3 ബ്രാഞ്ചുകൾ. അപ്പം 3ൻ്റെയും കൂടെ KCL ഇക്വേഷൻ നമ്മൾ എഴുതും. ദാറ്റ് ഈസ് വി ഓഫ് എസ്, ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്, മൈനസ് വന്നുകൊണ്ട് വി ഓഫ് എസ് മൈനസ് 1/s+1 വി ഡിവൈഡ് ബൈ ആറിൻ്റെ വാല്യൂ 1 ആണ്. ഈ നോഡിൻ്റെ എഴുതി. പ്ലസ് അടുത്ത എന്താ, ഇവിടെ റെഫറൻസ് നോഡ് നമുക്കുണ്ട്. ഓക്കെ. അപ്പം വി ഓഫ് എസ് ഡിവൈഡ് ബൈ സെക്കൻഡ് നോഡിൻ്റെ വി ഓഫ് എസ് ഡിവൈഡ് ബൈ 0.5 വരും. പ്ലസ് തേർഡ് ബ്രാഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. സോ വി ഓഫ് എസ് മൈനസ് 1/2s ഡിവൈഡഡ് ബൈ ഇമ്പിഡൻസ് 1/s, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇതാണ് നമ്മുടെ ഇതിൻ്റെ നോഡ് ഇക്വേഷൻ. നോഡ് ഇക്വേഷൻ എന്നുള്ള റീസൺ എന്താണ്, ഇവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വി ഇസഡ് ഓഫ് എസ് ആണ്. അപ്പോൾ നോഡ് മാർക്ക് ചെയ്തു, 3 ബ്രാഞ്ചസ് ഉണ്ട്. ആ 3 ബ്രാഞ്ചസിൻ്റെയും നമ്മൾ V/R ഇക്വേഷൻ എഴുതി. ഫസ്റ്റിൻ്റെത് വി ഓഫ് എസ് മൈനസ് 1/s+1, ദിസ് ഈസ് എ വോൾട്ടേജ് സോഴ്സ്, ഡിവൈഡ് ബൈ 1. സെക്കൻഡ് പ്ലസ് വി ഓഫ് എസ് ബൈ 0.5 പ്ലസ് തേർഡിൻ്റെത് വി ഓഫ് എസ് മൈനസ് 1/2s ഡിവൈഡ് ബൈ 1/s ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വി ഓഫ് എസ് കോമൺ എടുക്കാം. വി ഓഫ് എസ് കോമൺ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ 1 വരും. ഇതിൻ്റെ കേസിൽ 1/0.5 എന്ന് വെച്ചാൽ 2 ആണ്. പ്ലസ് വി ഓഫ് എസ് ബൈ എസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും, പ്ലസ് എസ് വരും. പ്ലസ് എസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ടേം നമ്മൾ ഇപ്പുറ സൈഡിൽ കൊണ്ടുപോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ആണെങ്കിൽ 1/2 ഇത് പ്ലസ് 1/s+1 വരും. ഓക്കെ. 1/s+1 സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് വി ഓഫ് എസ് ഇൻറ്റു ഇതെന്ത് വരും, s+3 വരും അല്ലേ, ഈക്വൽ ടു ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് s+3 ഡിവൈഡ് ബൈ 2 ഇൻറ്റു s+1 എന്ന് വരും. ഓക്കെ. അപ്പോൾ വി ഓഫ് എസിൻ്റെ എക്സ്പ്രഷൻ എന്ത് വരും, വി ഓഫ് എസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഇതിനകത്ത് ഈ s+3 ക്യാൻസൽ ചെയ്ത് പോകും. വി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു s+1 എന്ന് വരും. നമുക്കിവിടെ ഇത് വി ഇസഡ് ഓഫ് ഈ വി ഓഫ് എസ് എന്ന് പറയുന്നത് സെയിം ആണെന്ന് പറയുന്നത് വി ഇസഡ് ഓഫ് എസ്. നമുക്ക് വേണ്ടത് വി ഇസഡ് ഓഫ് ടി ആണ്. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് 1/2 e⁻t u of t എന്ന് വരും. ഓക്കെ. ഇതാണ് എൻ്റെ ആൻസർ, 1/2 e⁻t u of t. 14 മാർക്സിന് ചോദിച്ച പ്രോബ്ലം ആണ്. 2 സ്റ്റെപ്സിൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ആ കൺസെപ്റ്റ് ക്ലിയർ ആവണമെന്നേ ഉള്ളൂ, ഈ പറഞ്ഞ കൺസെപ്റ്റ്സ് ക്ലിയർ ആവണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നതുകൊണ്ട് നമുക്ക് ആ ഡയറക്റ്റ് ഇനിഷ്യൽ കണ്ടീഷൻസ് എടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മളിവിടെ ചെയ്ത കാര്യങ്ങൾ അതിനെ ഇക്വലൻ്റ് എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ഏത് പാരാമീറ്റർ ആണോ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ആ പാരാമീറ്ററിൻ്റെ എക്സ്പ്രഷൻസ് നമ്മൾ ഇവിടെ നോഡൽ അനാലിസിസ് യൂസ് ചെയ്തു. നോഡൽ അനാലിസിസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഏത് ഫോം നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇപ്പം നമ്മൾ നെറ്റ്വർക്കിൻ്റെ കേസിൽ ഡിഫറെൻറ്റ് അനാലിസിസ് നമുക്ക് ടൂൾസ് നമുക്ക് അറിയാം. അപ്പോൾ അത് ഏതാണോ ആപ്റ്റായിട്ടുള്ളത് അത് കൃത്യമായിട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ആകുമ്പോഴത്തേക്കാണ് ഇത് ഈസി ആയിട്ട് വരുന്നത്. അത് ബൈ പ്രാക്ടീസ് മോർ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബൈ പ്രാക്ടീസ് നമുക്ക് കിട്ടുക ഏത് അപ്ലൈ ചെയ്യണം എന്നുള്ളത്. അപ്പം മാക്സിമം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇപ്പം ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത്. അപ്പം നമ്മളുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ മോഡ്യൂൾ വൈസിൽ നെറ്റ്വർക്ക് തിയറിയുടെ ഓൾമോസ്റ്റ് ഓൾ വീഡിയോസ്, ഓൾ ടോപ്പിക്സിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ KTUവിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട് മോഡ്യൂൾ വൈസ്. അപ്പോൾ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.